Guys, we have Mubarak sir. He is in the speaker. I mean, listeners list. Mubarak sir, on the Molly Kervero. So he is regional manager South for Amazon. Network issue ആണെന്ന് തോന്നുന്നു. Okay. Anyway, Pax, you had a question, right? എനിക്ക് ഷിജു സാറോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾ ഫ്രഷേഴ്സിന് ഇപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നേരം അപ്പോൾ ഫ്രഷേഴ്സിനെ ഇപ്പോൾ ഈ HR എന്തൊക്കെയാണ് ക്വാളിറ്റീസ് നോക്കുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഈ HR ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാർ ഇപ്പോൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നേരം ഈ കാൻഡിഡേറ്റിനെ എങ്ങനെയൊക്കെയാണ് അവരുടെ ക്വാളിറ്റീസ് നോക്കാനും പിന്നെ നെഗറ്റീവ് സൈഡ് എന്തൊക്കെയാണ് നോക്കാന്നുള്ളതൊന്നും പറഞ്ഞു തരാൻ കഴിയുന്ന. ഹലോ, ആ ക്വസ്റ്റ്യൻ എന്നോടല്ലേ? അതെ അതെ സർ. ഓക്കെ, ഞാൻ പാക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മള് ഒരു റിക്രൂട്ട്മെന്റ്, ഒരു സെലക്ഷൻ, ആ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ചെറിയൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് കുറച്ചും കൂടെ നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോഴും നമ്മൾ അതിനു വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴും ഈ പറയുന്ന കാര്യങ്ങള് നമ്മള് ഒരു ടിപ്സ് എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് പകരം, ടിപ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ഹെൽപ്പ് ചെയ്യും. ആ ടിപ്സ് എന്ന രീതിയിലേക്ക് മനസ്സിലാക്കുന്നതിന് പകരം എന്താണ് ആക്ച്വലി അവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ടിപ്സ് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. ഇപ്പോ ഒരു ഓർഗനൈസേഷനിൽ ഒരു എംപ്ലോയിയെ ഒരു ഓർഗനൈസേഷൻ എടുക്കുമ്പോൾ ആ എംപ്ലോയിക്ക് ഒരു റോൾ അവിടെയുണ്ട്. ആ റോൾ എന്ന് പറയുന്നത് ഈ വ്യക്തി ചില കാര്യങ്ങൾ അവിടെ ചെയ്യുകയാണ്. അപ്പോ അയാൾക്ക് കുറച്ച് ടാസ്കുകൾ ചെയ്യാനുണ്ടാവും, കുറച്ച് ഡിസിഷൻസ് എടുക്കാനുണ്ടാകും, കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഫുൾഫിൽ ചെയ്യാനുണ്ടാവും. അപ്പൊ ഒരു വ്യക്തി ഈ കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ നോർമലി എന്താണ് അയാൾ ചെയ്യുന്നത്? ഹീസ് അപ്ലൈയിങ് ഹിസ് നോളജ്, ഹീസ് അപ്ലൈയിങ് സം സ്കിൽസ് ആൻഡ് ഹീസ് അപ്ലൈയിങ് സം എബിലിറ്റീസ്, മെന്റൽ എബിലിറ്റീസ്. അപ്പോ ഈ 3 ആസ്പെക്ട് നമ്മൾ KSA എന്ന് പറയും. ആ 3 ആസ്പെക്റ്റും ചേർന്ന് വരുന്നതിനാണ് നമ്മൾ പൊതുവെ കോമ്പിറ്റൻസീസ് എന്ന് പറയാം. അപ്പോ നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കുക, നമ്മൾ വീട്ടിലേക്ക് ഒരു ഡ്രൈവറെ, നമ്മുടെ വീട്ടിൽ വണ്ടി ഓടിക്കാൻ ഒരു ഡ്രൈവറെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്നത് ഈ വ്യക്തി നമുക്ക് കുറച്ച് ഈ 3 ആംഗിളിലുള്ളൂ നമ്മുടെ എല്ലാ പാരാമീറ്റേഴ്സും വരിക. വണ്ടി ഓടിക്കാൻ അറിയാമോ എന്നുള്ളൊരു സ്കില്ല്, വണ്ടി ഓടിക്കാനുള്ള ലൈസൻസ് ആയിക്കൊണ്ടോ, ഈ വ്യക്തി ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, അവിടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്, എബിലിറ്റീസ് എന്നുള്ളൊരു കാഴ്ചപ്പാട് വരും. അപ്പോ ഈ നമ്മൾ സാധാരണ 2 ഫിറ്റ്മെന്റ് ആണ് പറയുക. ആ 2 ഫിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ കോമ്പിറ്റൻസി മാച്ച്, അതായത് ഒരു ജോബ് ചെയ്യാൻ ആവശ്യമായ കോമ്പിറ്റൻസിയും ഈ പറയുന്ന ആളുടെ കഴിവുകളും തമ്മിലുള്ള മാച്ച്. ആ ജോബ് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഇതൊക്കെയാണ് ഇയാൾ ചെയ്യേണ്ടത്, അതിലേക്കുള്ള സ്കിൽ കോമ്പിറ്റൻസി മാച്ച്. രണ്ടാമത്തെ ഒരു മാച്ച് എന്ന് പറയുന്നത് കൾച്ചറൽ ഫിറ്റ്മെന്റ് എന്ന് പറയും. നമ്മൾക്ക് ഈ ഓർഗനൈസേഷന്റെ ഒരു കൾച്ചറിലേക്ക് ഈ വ്യക്തിയുടെ ഫിറ്റ്മെന്റ് എത്രയുണ്ട്, മാച്ച് എത്രയുണ്ട്, ഇതാണ് അവിടെ നടക്കുന്നത്. ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണേ? വെരിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഓർഗനൈസേഷൻ ഇന്റർവ്യൂസ് നടത്താം, ടെസ്റ്റുകൾ നടത്താം, ചില ബേസിക് കണ്ടീഷൻസ് കൊണ്ടുവരാം. ഇതിന് ഇന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മാത്രമേ എടുക്കുള്ളൂ. അപ്പൊ ഈ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ഈ ക്വാളിഫിക്കേഷൻ കഴിയുന്ന ആൾക്കാർക്ക് സർട്ടൻ ക്വാളിറ്റീസ് ഉണ്ടാകും എന്നുള്ളൊരു അസംഷൻ ആണത്. അപ്പൊ ആ ക്വാളിഫിക്കേഷൻ കഴിഞ്ഞവർ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. ഇങ്ങനെ ചില പ്രോസസ്സിലൂടെ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ മാത്രമാണെന്നില്ല, ടെസ്റ്റ് ആവാം, ഡിസ്കഷൻ ആവാം. ഇവിടെയൊക്കെ വെരിഫൈ ചെയ്യുന്നത് ഈ കോമ്പിറ്റൻസി മാച്ച് ആണ്. അപ്പൊ ഒരു ഫ്രഷർ എന്ന രീതിയിൽ പാക്സിന്റെ, അപ്പൊ നമ്മൾ ഈ മാച്ച് എന്ന് പറയുന്ന ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ കുറച്ചു മുമ്പ് റെസ്യൂം ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ നോക്കേണ്ടത് 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള
റോളിലേക്കാണ് ചോദിച്ചിരിക്കുന്നത്. ആ ജോബ് ഡിസ്ക്രിപ്ഷൻ കാണുകയാണ്. വി ആർ ലുക്കിംഗ് ഫോർ ആൻ എക്സിക്യൂട്ടീവ് ഫോർ ടു ഡു സോ ആൻഡ് സോ സോ ആൻഡ് സോ സോ ആൻഡ് സോ. ഈ കാര്യങ്ങൾ കണ്ടു. ഇതിൽ നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയായിരിക്കും ആ റോൾ ഹോൾഡർ ചെയ്യുക അവിടെ? അയാൾ അവിടെ ഇരുന്ന് കമ്പ്യൂട്ടറിൽ എക്സലിൽ വർക്ക് ചെയ്യേണ്ടി വരും, വേർഡ് ഉപയോഗിക്കേണ്ടി വരും, ഇമെയിൽ ഉപയോഗിക്കേണ്ടി വരാം, മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാം. ഒരു ടെക്നിക്കൽ ജോബ് ആണെങ്കിൽ ആ ടെക്നിക്കൽ ജോബുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാമിംഗ് ആവാം, അല്ലാത്ത കാര്യങ്ങളാവാം. HR ആണെങ്കിൽ HR എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരാം, റിക്രൂട്ട്മെന്റ് ചെയ്യേണ്ടി വരാം. പർച്ചേസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും, ഫിനാൻസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ, അക്കൗണ്ട്സ് ആണെങ്കിൽ അത്. അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കഴിവ് എനിക്കുണ്ടോ എന്ന് ഞാൻ പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോ ഫസ്റ്റ് തിങ് എന്റെ റെസ്യൂമെയില് ഈ മാച്ച് കാണിക്കാൻ പറ്റിയ കാര്യങ്ങൾ എന്നെ എങ്ങനെയാണോ എനിക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റുക, എന്റെ അഡ്വർടൈസ്മെന്റ് കാർഡ് പോലെ, എന്റെ ബ്രോഷർ പോലെ എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഏറ്റവും മാച്ചിങ് ആയിട്ട് കാണിക്കാൻ പറ്റുന്ന എന്താണോ, അതോടൊപ്പം നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒരു ഓർഗനൈസേഷന്റെ ഒരു കൾച്ചറൽ ആംഗിൾ ഇതാണെന്ന് നമുക്ക് അറിയാമെന്ന് വിചാരിക്കൂ. അപ്പോൾ ആ ഓർഗനൈസേഷൻ ഇന്ന വളരെ ഓർത്തഡോക്സ് വാല്യൂസ് കീപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ നമ്മൾ ആ കൾച്ചറൽ ഫിറ്റ്മെന്റ് മാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മളവിടെ ആ ജോബ് കിട്ടണം എന്നുള്ള രീതിയിലാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ പാക്സിന്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ, ഫ്രഷർ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഫ്രഷറെ ഒരു ഓർഗനൈസേഷൻ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ ദേ ആർ നോട്ട് എക്സ്പെക്ടിങ് ദാറ്റ് പേഴ്സൺ 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളെ എടുക്കാനല്ലല്ലോ അവർ തീരുമാനിക്കുന്നത്. അപ്പൊ അതിനർത്ഥം അവര് ഇയാൾ ഇന്നടുത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണെന്ന് വെരിഫൈ ചെയ്യാനുള്ള ഒരു ആസ്പെക്ട് ഇല്ല. അപ്പൊ ഒരു ഫ്രഷർ ഒരു കോഴ്സ് കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഒരു കോഴ്സ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ഫ്രഷറെ എടുക്കുമ്പോൾ ടെക്നിക്കൽ സൈഡില് അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ ആസ്പെക്റ്റില് ഏറ്റവും കൂടുതൽ ചെക്ക് ചെയ്യുക കൺസെപ്ച്വൽ ക്ലാരിറ്റി ആയിരിക്കും. ഇപ്പോ ഞാൻ ബിടെക് കഴിഞ്ഞു, ബിടെക് മെക്കാനിക്കലാണ് കഴിഞ്ഞതെങ്കിൽ ബിടെക് മെക്കാനിക്കലിന്റെ ചില ബേസിക് കൺസെപ്ച്വൽ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ട്, അത് പ്രായോഗികമായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഒരു തോട്ടും ചിന്തകളൊക്കെ ഉണ്ടോ? ഫോർ ആൻ എക്സാമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ചില കാര്യങ്ങള് എന്താ പറയാ, ഇലക്ട്രിക്കലോ ഒക്കെ ആണെങ്കിൽ മോട്ടോറിന്റെ പ്രവർത്തനം, 2 സ്ട്രോക്കും 4 സ്ട്രോക്കും തമ്മിലുള്ള ഡിഫറൻസ് പോലും ഒരു സിമ്പിൾ ക്വസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ നമുക്ക് പലപ്പോഴും പറ്റാറില്ല, ഈവൻ ഗ്രാജുവേറ്റ്സ് പോലും. അതുപോലെ ഒരു എയർ കണ്ടീഷൻ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നത് എന്നുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പോലും പലപ്പോഴും പലർക്കും കൺഫ്യൂസിങ് ആണ്. കാരണം അവിടെ പ്രശ്നം എന്ന് പറയുന്നത് വലിയ ഹൈഫണ്ട് അല്ല ചോദിക്കുന്നത്, ബേസിക് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. ഇപ്പൊ ഒരു സിവിൽ എഞ്ചിനീയർ കഴിഞ്ഞ ഒരാളുടെ അടുത്ത് ഒരു ഒരു പാലം പല ഷേപ്പിലുള്ള 2-3 പാലങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ സ്ട്രെങ്ത് എങ്ങനെയാണ് ബിയർ ചെയ്യണത്, അതിന് എന്തിനാണ് ആ ഷേപ്പിൽ ചെയ്യുന്നത്. ഇപ്പൊ കൊച്ചി മെട്രോയുടെ പില്ലേഴ്സ്, ആ പില്ലേഴ്സിന്റെ ഡിസൈനിങ്ങിൽ എങ്ങനെയാണ് അതിന്റെ സ്ട്രെങ്ത് ബിയറിംഗ് വരുന്നത് എന്നുള്ള 1-2 ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് എത്രത്തോളം ആ കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ HR കഴിഞ്ഞിട്ട് ഞാൻ ഫ്രഷർ എന്ന രീതിയിലേക്ക് ഞാൻ ഒരു അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് കോമ്പൻസേഷൻ മാനേജ്മെന്റിനെ ചില ബേസിക്സോ ടാലന്റ് അക്വിസിഷനെ കുറിച്ചോ എൻ്റെ അടുത്ത് 2-3 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് അതിനെത്രത്തോളം കൺസെപ്ച്വലി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് കിട്ടും. അപ്പൊ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഈസ് വൺ തിങ് ഫോർ ഫ്രഷേഴ്സ്. സെക്കൻഡ്, കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലും കാര്യങ്ങളും ഈ വ്യക്തിക്കുണ്ടോ. മൂന്നാമത്, ആളുടെ ഓവറോൾ കോൺഫിഡൻസ് ലെവലും ഒരു ടീം പ്ലെയർ ആയിട്ടും എന്താ പറയാ, ഒരു ഇനിഷ്യേറ്റീവ്, സ്മാർട്ട്നെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വ്യക്തിക്കുണ്ടോ. നാലാമത്, ഓവറോൾ ആറ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി. ഈ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താ പറയാ, എങ്ങനെയാണ് ഈ കാൻഡിഡേറ്റ് പൊതുവെ ഇദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകൾ, ഇതെല്ലാം ഒരൊറ്റ നമുക്ക് ക്രൈറ്റീരിയ പറയാൻ പറ്റില്ല. കാരണം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം.
ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ അവര് ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവർക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഈ എക്സ്പെക്ടേഷനിൽ ഈ ജൂനിയറെ ജോയിൻ ചെയ്തിട്ട് ഒരു 3-4 വർഷം ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കണമെന്ന് വിചാരിക്കുക. അപ്പോ വളരെ ഹൈലി അംബീഷ്യസ് ആയിട്ടുള്ള, ഹൈലി ടാലന്റഡ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഈ ഓർഗനൈസേഷനിലെ ഒരു കോമ്പൻസേഷൻ ലെവല് ഒരു എക്സ് റേഞ്ച് ആണെന്ന് വിചാരിക്കുക. അവർക്ക് അതിനപ്പുറത്തേക്ക് അതിൽ പോകാനും കഴിയില്ല. അവർ ചിലപ്പോ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റിനെ ചിലപ്പോൾ സെലക്ട് ചെയ്തില്ല എന്ന് വരും. ആ കാൻഡിഡേറ്റ് മോശമായിട്ടല്ല, ആ കാൻഡിഡേറ്റ് മേ നോട്ട് കണ്ടിന്യൂ. കാരണം ഹൈലി അംബീഷ്യസ് ആണ്, ഹൈലി ആസ്പിറന്റ് ആണ്. അപ്പൊ ഈ ഒരു ജോബ് ഒരു കോംപ്രമൈസ് ജോബ് പോലെ എടുക്കുകയും മേ ബി വിതിൻ 1 year or 6 അല്പം എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും ഹി ഓർ ഷീ മേ ലീവ്. അപ്പോ അതിനേക്കാൾ കുറച്ചും കൂടെ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന, അത്രയും ടാലന്റ് ഇല്ലെങ്കിലും കുറച്ചും കൂടെ ചിലപ്പോൾ ലോക്കൽ ആയിട്ടുള്ള, നിയർ ബൈ ആയിട്ടുള്ള ഒരു അടുത്തിരിക്കും. അപ്പൊ നമ്മൾ ഇതിനെ ഡീകോഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഡിപ്പെൻസ് ഓൺ വാട്ട് ഈസ് ദ ഓർഗനൈസേഷൻ ആക്ച്വലി സെറ്റ് ആസ് ദ റിക്വയർമെന്റ്. എനിക്ക് ഇങ്ങനെ ഒരു ആളെ വേണം, ഈ ആൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യേണ്ടത്, ഈ ആള് ഗ്രാജുവലി എനിക്ക് ഡെവലപ്പ് ചെയ്ത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട ഒരു ടാലന്റ് ആണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ടാലന്റ് എടുക്കണം, ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് ഗ്രോ ചെയ്ത് കൊണ്ടുപോകണം. ഇതാണ് ആ ഓർഗനൈസേഷന്റെ കാഴ്ചപ്പാടെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ഫോർ ദ ബെസ്റ്റ് ടാലന്റഡ് കാൻഡിഡേറ്റ്. നേരെ മറിച്ച് എനിക്ക് വേണ്ടത് എനിക്ക് ഒരുപാട് മുകളിലേക്ക് കൂക്കിക്കൊണ്ട് പോകാനുള്ള ഒരു സാധ്യത കുറവാണ്. ഈ കാൻഡിഡേറ്റ് ആക്ച്വലി ഒരു എക്സിക്യൂട്ടീവ് എന്ന രീതിയിൽ തന്നെ 3, 4, 5 വർഷം ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ആ സമയത്ത് ഒരു കോമ്പൻസേഷനിൽ വരാവുന്ന ഒരു ഗ്രോത്ത് എൻ്റെ ഒരു ഓർഗനൈസേഷണൽ ഇൻഡസ്ട്രി ലെവലിൽ ഈ ഒരു ലെവലിലായിരിക്കും. അപ്പൊ എനിക്ക് വേണ്ടത് ഈ രീതിയിലുള്ള കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യേണ്ടി വരും. സോ ഈ ഒരു കാഴ്ചപ്പാട് നമുക്ക് കിട്ടുമ്പോൾ ദിസ് ഈസ് ആക്ച്വലി വാട്ട് ഹാപ്പനിങ് ഓൺ ദ അതർ സൈഡ്. ഈ അതർ സൈഡിൽ ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ജോബാണോ ആഗ്രഹിക്കുന്നത്, ഏത് ഇൻഡസ്ട്രിയിലാണോ ആഗ്രഹിക്കുന്നത്, ഏത് ലെവലിലാണോ നമ്മുടെ കരിയറിനെ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ ആംഗിളിൽ നമ്മൾ നമ്മളെ പ്രിപ്പയർ ചെയ്യണം. ഇപ്പോ ഒരു ഫ്രഷർ എന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എനിക്കൊരു എൻട്രി ആണ് കിട്ടേണ്ടത്. അപ്പൊ ആ എൻട്രി കിട്ടുമ്പോൾ അവര് നോർമലി ഫ്രഷേഴ്സിനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഓഫീസ് വർക്ക് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ സ്കിൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പൊ ഞാനൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും അറിയാലോ, നമ്മൾ ഫ്രഷറായിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ ബിടെക് കഴിഞ്ഞു, നമുക്ക് കൺസെപ്ച്വൽ ക്ലാരിറ്റി നമുക്ക് പ്രിപ്പയർ ചെയ്യാം, പഠിക്കാം, നമുക്കറിയാം, വി ആർ ഷുവർ. രണ്ടാമത് ബേസിക് കാര്യങ്ങൾ നമുക്കറിയാം, കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ എക്സലും വേർഡും, എക്സൽ എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാമെങ്കിൽ അത് നമ്മൾക്ക് തരുന്ന അപ്പർ ഹാൻഡ് വളരെ വലുതാണ്, വളരെ വളരെ വലുതാണ്. കാരണം നമ്മുടെ ബേസിക് വർക്ക് തുടക്കം മുതലേ സംഭവിക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. അതോടൊപ്പം നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമ്മൾക്ക് ഓവറോൾ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവും ആ ഓർഗനൈസേഷനെ കുറിച്ചിട്ടുള്ള അറിവും ഇത് വെച്ചിട്ട് നമ്മൾ CV നോക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഈ കരിക്കുലത്തിൽ ചെയ്ത പ്രോജക്റ്റ്, ലാസ്റ്റ് ചെയ്ത കോഴ്സിന്റെ അതിലൂടെ കിട്ടിയ ഒരു ഓവറോൾ സമ്മറി, പിന്നെ അവിടെ ഈ മാർക്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ദോഷമില്ലാത്ത കാര്യങ്ങൾ നമുക്ക് CV വെക്കാം. ആർത്തി പറഞ്ഞതുപോലെ 10ാം ക്ലാസ്സിലെയും +2ലെയും ഒന്നും മാർക്ക് ഒരു 12 വർഷം എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിട്ട് നോട്ട് അറ്റ് ഓൾ റെലവെന്റ്. പക്ഷെ ഒരു ഫ്രഷറെ സംബന്ധിച്ചിട്ട് അയാൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന, അയാൾക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ പ്ലസുകൾ ഉണ്ടോ അത് വെക്കാം. പക്ഷെ ഒരു 15-16 വർഷം കഴിയുമ്പോഴും നമുക്ക് 2 പേജിലേക്ക് വല്ലതും CV ഒതുക്കാൻ പറ്റുന്ന സമയത്തും നമുക്ക് മാർക്ക് വെക്കാമെങ്കിൽ ആ മാർക്ക് നമ്മളുടെ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ അവിടെ കിടന്നു എന്നുള്ളത് കൊണ്ട് ദോഷമൊന്നും വരില്ല. പക്ഷെ നമ്മൾക്ക് ഇതിനെ ലിമിറ്റ് ചെയ്യേണ്ടി വരുമോ, സ്പേസ് കട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോൾ നമുക്ക് ഒഴിവാക്കണമെങ്കിൽ 10-12 വർഷം കഴിയുമ്പോൾ നമുക്കത് ഒഴിവാക്കാം.
പക്ഷെ ഒരു ഫ്രഷറെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന കോഴ്സ് കഴിഞ്ഞ് എന്റെ IT പോലെയുള്ള ടെക്നിക്കൽ സൈഡിലേക്ക് പോകുമ്പോൾ നമ്മുടെ എന്തൊക്കെ ടെക്നിക്കൽ സ്കിൽസ് നമുക്കറിയാം, കീവേഡ്സുകൾ. നേരെ മറിച്ച് HR പോലെയുള്ള ഒരു ലെവലിലേക്കുള്ളാവുമ്പോൾ നമ്മൾ ആ MBA കഴിഞ്ഞ് നമ്മൾ ചെയ്ത പ്രോജക്ട്സ്, ഈ അസസ്മെന്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം വളരെ കീ ആയിട്ട് പറഞ്ഞിട്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ഈ ചോദ്യത്തിൽ. ഇത് നമ്മൾ അസസ് ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നോളജ് നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാം? നമ്മൾ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ ടെസ്റ്റ് നടത്താം. മറ്റ് സ്കില്ലുകളില് ടെസ്റ്റ് നടത്തി മെഷർ ചെയ്യുന്ന അല്ലാത്ത ഇന്റർവ്യൂ പോലെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മളുടെ ബിഹേവിയറിലൂടെയാണ് നമ്മൾ ഒരു കോമ്പിറ്റൻസി മെഷർ ചെയ്യുന്നത്. അപ്പോ ബിഹേവിയറിലൂടെ കോമ്പിറ്റൻസി മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ആറ്റിറ്റ്യൂഡ് എബിലിറ്റീസിൽ നമ്മൾ ഷെയർ ചെയ്യുന്ന അസംഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സിൽ ത്രൂ ഔട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ 2 തരത്തിലാണ് ഇന്റർവ്യൂവിംഗിൽ, കോമ്പിറ്റൻസി ബേസ്ഡ് ഇന്റർവ്യൂവിംഗിൽ അസസ് ചെയ്യപ്പെടുന്നത്. ഒരു ഫ്രഷർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടോ, നിങ്ങളൊരു ടീം പ്ലെയർ ആണോ എന്നുള്ളതൊക്കെ മെഷർ ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് കോളേജിലും നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിലുള്ള ചില ഇൻസിഡന്റുകളൊക്കെ ചോദിക്കുക, ആ ഇൻസിഡന്റിൽ നിങ്ങൾ എന്ത് റോളാണ് പ്ലേ ചെയ്തത്, ഹൗ യു were ഡീലിംഗ് ദാറ്റ് സിറ്റുവേഷൻ, ഹൗ വെയർ യു ആക്ച്വലി ഡൂയിങ് ദാറ്റ് ഇൻ യുവർ കോളേജ്, അങ്ങനെ. അപ്പൊ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഓർഗനൈസേഷൻ ഈ റോള് ചെയ്യാൻ വേണ്ടി നോക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കുമോ അത് എനിക്കുണ്ട് എന്ന് ആ ഇന്റർവ്യൂവറെയോ ഓർഗനൈസേഷനെയോ പ്രൂവ് ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒബ്ജക്റ്റീവിൽ നമ്മൾ റെസ്യൂം പ്രിപ്പയർ ചെയ്യുക, നമ്മൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുക. ഒരു ഓർഗനൈസേഷനെ കുറിച്ച് ബേസിക് ഒന്നും അറിയാതെ നമ്മൾ ആ ഓർഗനൈസേഷനിൽ ഫ്രഷർ ആണെങ്കിൽ പോലും ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കത് അഡ്വാൻറ്റേജ് തരില്ല. അപ്പൊ ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഞാൻ ഏറ്റവും ഊന്നി പറയുന്ന ഒരു കാര്യം. ആ പ്രോസസ്സ് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാവർക്കും അതിനനുസരിച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കാരണം 10 വർഷം കഴിഞ്ഞ് അവർ ആ ജോബ് ഡിസ്ക്രിപ്ഷനിൽ എഴുതുന്ന കാര്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇതെങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാം എന്ന രീതിയിൽ ഹോംവർക്ക് ചെയ്തുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ചും ബാക്കിൽ ചോദിച്ചതുപോലെ ഡെഫിനറ്റ്ലി ആ പ്രോജക്റ്റ് അവിടെ വെക്കണം. ആരതി പറഞ്ഞതുപോലെ ആ പ്രോജക്റ്റ് വെക്കുമ്പോൾ ആരതി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പോയിന്റ് പറഞ്ഞു. എന്താന്ന് വെച്ചാൽ ആ പ്രോജക്റ്റിൽ വാട്ട് വാസ് യുവർ റോൾ, വാട്ട് വാസ് യുവർ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ് നമ്മൾ ഈ പറയുന്ന ഓർഗനൈസേഷനിലോ ഇന്റർവ്യൂവർക്കോ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പൊ ആ റെസ്യൂമെയിൽ കാച്ചിങ് ആയിട്ട് കൊടുക്കേണ്ടത് അതാണ്. ആ പ്രോജക്റ്റ് ചെയ്തു, ഞാൻ എന്തായിരുന്നു ചെയ്തിരുന്നത് എന്ന് ഒരു 1 ലൈനിലോ 2 ലൈനിലോ മനസ്സിലാവുന്ന ഒരു രീതിയിലും കൂടെ സമ്മറി വെക്കുമ്പോൾ ആക്ച്വലി വി ആർ ഗെറ്റിംഗ് എ മെസ്സേജ് ദാറ്റ് ദിസ് പേഴ്സൺ കംപ്ലീറ്റഡ് ദിസ് പ്രോജക്ട് ആൻഡ് ഹി വാസ് അപ്ലൈയിങ് ഹിസ് so and so competencies to deliver or fulfill that project. So this person is very much suitable because we also have certain such requirements. ഇങ്ങനെയാണ് നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കേണ്ടത്. Thank you, Shiju sir. Actually, It was well explained, Yes. sir. Pax, I guess, നല്ല explanation ആണ് വെച്ചാൽ പാക്സിന്റെ ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ സാർ ആൻസർ ചെയ്തു. ഇതിന് കണ്ടിന്യൂഷൻ ആയിട്ട് ബാക്ക് ക്വസ്റ്റ്യൻസ് ആർക്ക് ഉണ്ടെങ്കിൽ പോസ് ചെയ്യാം. ടു ദ ന്യൂ ലിസണേഴ്സ് ഇൻ ദ ഗ്രൂപ്പ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു ആക്ച്വലി ഒരു വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ശ്രീലാലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് അതെ. I was about to introduce him. Srilal is also from an HR friend. അപ്പോൾ ഷീ സാറിന്റെയും ആനന്ദ് സാറിന്റെയും ഒരു കോൺടാക്ട് ആണ്. അപ്പോൾ ഹായ് ശ്രീലാൽ, ഗുഡ് ഈവനിങ്, വെൽക്കം ടു ദ ഡിസ്കഷൻ. Hello, happy to be here. Thank you. Yeah. Srilal, we stay there. അപ്പം ടു ദ ലിസണേഴ്സ് ഡൗൺ, നമ്മൾ തെലുങ്കുമലയിൽ ചെയ്യുന്ന സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ ഓറിയന്റേഷൻ അല്ലെങ്കിൽ കരിയർ പാത്ത് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് നമുക്കുണ്ടാവുന്ന സംശയങ്ങളുടെ ഒരു ക്ലാരിഫിക്കേഷൻ. വി ഹാവ് എ വെരി ഗുഡ് പാനൽ ഓഫ് HR professionals here. Sorry to interrupt. I would like to recognize the presence of Sujit also. Sujit is heading
HR for MRF, and also Mubarak, who is heading HR for Amazon. So yes. I have just pinged them. Mubarak sir is he's on his way back to home, so he was driving. I'll ping Sujit as well. So please come up. We would like to have your contributions as well. Now, listeners, ഈ സെഷൻ is under recording. അപ്പം നമുക്ക് എന്തെങ്കിലും അങ്ങനത്തെ ഡൗട്ടുകൾ, അതായത് നമ്മുടെ ഒരു കരിയർ ഓറിയന്റേഷൻ അല്ലെങ്കിൽ കരിയർ പാത്തിനെ സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ പെർട്ടൈൻ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് പോസ്റ്റ്. This would be a very good opportunity. Mubarak sir, hi, good evening. Mubarak sir, he's driving actually. Yes, Mubarak sir ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. Mubarak sir is regional manager HR for Amazon South section. So he will be also in a position to take up questions. Yes, does anybody have a question? ആർക്കെങ്കിലും എന്തെങ്കിലും question ഉണ്ടെങ്കിൽ post ചെയ്യാം. We are waiting. Yes. Yeah, actually, I do have one question regarding using the platform called LinkedIn. How to efficiently use the platform LinkedIn to build a network and to follow the HR and to get updates from them regarding the job opportunities. So, Shiju Sarnam Parayam, Pramod or Srilal, Sujit, anyone can speak on this. So I would be love to hear your response. Srilal, please. Okay, I thought I'll conclude. Okay, so I'll start. See, നമുക്കിപ്പോ maybe when we started our job search, maybe 10-12 years back, ആ സമയത്ത് ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം was never there. നമുക്ക് does not exist എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റില് we never recognize how we miss them or how we would have missed them. പക്ഷെ ഇപ്പോ ശരിക്കും ഫോർ എക്സാമ്പിൾ 10-12 years ബാക്ക് നമ്മള് മേ ബി വെൻ വി വെർ ഇൻ ഫൈനൽ ഇയേഴ്സ് എക്സാം സമയം അല്ലെങ്കിൽ പ്ലേസ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ, അല്ലെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ജോലി എന്തായി എന്ന് ചോദിക്കുന്ന സമയത്ത് most of the people, like say 10-15 years or 20 years experience ആയിട്ടുള്ള എല്ലാവരും blank ആണ്. Because getting an opportunity or getting to know an opportunity was the biggest problem. Getting to know an opportunity, ആ സമയത്ത് we were very limited to either ഏതെങ്കിലും ഫ്രണ്ട്സ് പറയും, അല്ലെങ്കിൽ കോളേജസിൽ പ്ലേസ്മെന്റ്സിന് വരും, അല്ലെങ്കിൽ we were completely dependent upon newspapers and other postings. പക്ഷെ ഇപ്പോ ഈ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞാല് ഐ റെക്കൺ ദാറ്റ് ആസ് എ ഡോർ നോക്ക്. രാത്രി 10 മണിക്ക് എന്റെ ഡോറ് നോക്ക് ചെയ്ത് എന്നോട് ചോദിക്കുകയാണ്, ഡു യു ഹാവ് എൻ ഓപ്പണിംഗ്? ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി എ ബ്ലെസ്സിംഗ് എന്ന് എനിക്ക് പറയാനുള്ളൂ, എസ്പെഷ്യലി ഫോർ പീപ്പിൾ ഹു ആർ സ്കിൽഡ്. ഞാൻ ഫ്രഷേഴ്സിനെ അത്ര അഡ്വാൻറ്റേജസ് ആണെന്ന് പറയില്ല, ബട്ട് ഹു ആർ സ്കിൽഡ് ആൻഡ് ഹു വാണ്ട്സ് ടു ഗെറ്റ് ഇൻ ടു എ ബിഗർ ഓർഗനൈസേഷൻ. സേ ഫോർ എക്സാമ്പിൾ 2 years 3 years ഒരു പെർട്ടിക്കുലർ സ്കില്ലില് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതിന്റെ അപ്പുറം ഒരു പ്ലാറ്റ്ഫോം കിട്ടാനില്ല. Opportunities are humongous, and what matters is how well you present, how well your profile is written, how crisp your certifications are projected, and how in a 5 seconds glance that HR feels interested in you and shares a contact or his email ID. അതിലേക്ക് എത്തിക്കുക. 3 years 4 years എക്സ്പീരിയൻസ് ഉള്ള എല്ലാവർക്കും ലിങ്ക്ഡിനിൽ കൂടെ ജോലി കിട്ടണം എന്നേ ഞാൻ പറയുള്ളൂ. Until unless if there is a problem with your profile, നിങ്ങൾക്കൊരു ഇമെയിൽ ഐഡിയോ നിങ്ങൾക്കൊരു മൊബൈൽ നമ്പറോ ഒരു HR കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ലിങ്ക്ഡിനിൽ നിന്ന് ഉണ്ടാവില്ല. കാരണം നൗ മോസ്റ്റ് എന്താ പറയാ HRs are in LinkedIn and they are very much open either for their personal branding or their employer branding, or either to attract talent to their company. അപ്പോ everybody please make yourself first comfortable with the platform and then you start using it the right sense. ആദ്യമേ എല്ലാരും വിളിച്ചിട്ട് സാറേ ഇന്ന് ജോലി ഉണ്ടോ, നിങ്ങളുടെ കമ്പനിയിൽ എന്തൊക്കെ ജോലി ഉണ്ട് എന്ന് ചോദിച്ചാൽ you may not get a reply. But whenever there is a posting from that particular person, or when you get to know somebody that for example Amazon is hiring, nobody will stop you that you cannot search Mubarak's profile and ping him saying that sir, I got to know that there is an opening, can I apply, or can you please check my profile? അങ്ങനെ പറഞ്ഞാൽ definitely you will get a reply and you will be replied positively.
ബട്ട് അവിടെ എന്തൊക്കെ ജോലി ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ വി നെവർ ബോദർ ടു റിപ്ലൈ ഓർ ഐ നെവർ റിപ്ലൈ ടു സച്ച് കൈൻഡ് ഓഫ് മെസ്സേജ്. അപ്പോൾ മൈ ഹംബിൾ റിക്വസ്റ്റ് ഇസ് പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് you are appropriately built your resume, or you're ready to answer with whatever prompts you get, and I positively believe that all of you will get a positive reply from LinkedIn. That's it. Thank you. Yeah, thank you, Srilal sir, for your valuable advice on the LinkedIn profile or platform. Because recently I have talked to one of my friend, and when I said actually he was searching for the opportunity, so when I suggested the name LinkedIn, he was not familiar. So നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് കുറച്ച് വാട്സാപ്പ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനത്തെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു നാലാൾക്കാർക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അവർ കൂടുതലും കേട്ടിട്ടുള്ളത്. അപ്പൊ ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല അതിനെപ്പറ്റി. അപ്പം അതുകൊണ്ടായിരുന്നു അങ്ങനെ ഒരു ചോദ്യം ഞാൻ ചോദിക്കാനിടയായത്. എനിവേ, താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ സജഷൻ. സോ ഇഫ് യു ഹാവ് എനി അതർ points to add on this topic, so you can go either Dr. Mubarak or Sujit. Anyone can speak on this topic. Thank you. I'll just pitch in. Mubarak here. I guess I'm audible. Yes, you are audible. Yes, you are Okay. audible. Thank you. I'm really sorry that I could not join on time. കുറച്ച് പ്രയോറിറ്റീസ് ഒക്കെ ആയി കുറച്ച് ഡിലേ ആയി ഇറങ്ങാനായിട്ട്. ട്രാവൽ വരുന്നപ്പോൾ ഭയങ്കര നെറ്റ്വർക്കും പാച്ച് ആയിരുന്നു. ഈ ലിങ്ക്ഡിന്റെ ഒരു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വ്യക്തമായിട്ട് ശ്രീലാൽ പറഞ്ഞു. അതിനകത്ത് ഒരു പോയിന്റ് എനിക്ക് വാലിഡായിട്ട് ആഡ് ചെയ്യാനുള്ളത്, നമ്മളിപ്പോ ഒരു ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോബ് ടാർഗറ്റ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇഫ് യു ടേക്ക് ദ സിനാരിയോ ഓഫ് ആമസോണിലെ എല്ലാ ജോബും വിച്ച് ഈസ് ഓപ്പൺ ടു പബ്ലിക് നോർമലി ലിങ്ക്ഡിനിൽ ജോബ് പോസ്റ്റിംഗ് ആയിട്ട് വരും. അതും അല്ലെങ്കിൽ ആമസോണിന്റെ കരിയർ പേജിൽ ജോബ് പോസ്റ്റിംഗ് ആയിട്ട് വരും. അപ്പൊ ആ ജോബിന് വേണ്ട റിക്വയർമെന്റ്സ്, സ്കിൽ സെറ്റ്സ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് മാച്ച് ആവുന്ന ഒരു റോള് നമ്മൾ കണ്ട് നമ്മൾ ആ ജോബിന്റെ ഡീറ്റെയിൽസും ആ ജോബിന്റെ ജോബ് ഐഡിയും വെച്ച് ഞാൻ ഇതിനകത്ത് നിങ്ങളുടെ പ്രൊഫൈലിന്റെ ഒരു സമ്മറിയും പറഞ്ഞ് ഒരു ഏതെങ്കിലും ഒരു ആമസോൺ എംപ്ലോയിനെ ലിങ്ക്ഡിലുള്ള ഒരാളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി കിട്ടാനുള്ള സാധ്യത നമ്മൾ നോർമലായിട്ട് എന്താ പറയാ ഒരു മെസ്സേജ് അയച്ചിട്ട് ഡു യു ഹാവ് എനി സൂട്ടബിൾ ഓപ്പണിംഗ് ഫോർ മീ ഇൻ ആമസോൺ എന്ന് ചോദിക്കുന്നതിനേക്കാളും 10 ഇരട്ടിയോ അല്ലെങ്കിൽ 100 ഇരട്ടിയോ എഫക്റ്റീവ് ആയിരിക്കും. ആ ഒരു ഹോംവർക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് കമ്പനി ആണെങ്കിലും, എസ്പെഷ്യലി പ്രോഗ്രസീവ് ഓർഗനൈസേഷൻസ് ലൈക്ക് ആമസോൺ ആണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് MNC ആണെങ്കിലും, they are really looking forward for talent in the market. They wanted people, and if there are right set of people available and if you knock the right doors, I'm sure LinkedIn is one of, as Srila rightly said, ഒരു ബ്ലെസ്സിംഗ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജോബ് സീക്കേഴ്സിന്. താങ്ക് യു. I think thank you so much, Mubarak. Actually, we need a lot of details from you as well. So before that, Dr. Rajkumar, you wanted to ask something. You were blinking in between. Yes. Hey, thanks for having me. I would like to see if there is any importance in the Indian context to have some kind of social commitment in their resume. At least in different other countries, they will really require that part to be open also in the resume. See, to show how much you are committed socially. That also shows the organization your ability to work in a group. I don't know if that is important in the Indian context. No, just my thought. I think Sujit may answer because he has not spoken yet. Yeah, please, Sujit. Hi, എൻ്റെ പേര് സുജിത്ത്. I am working with MRF Tires Chennai corporate office. So കുറച്ച് ലേറ്റായി ജോയിൻ ചെയ്യാൻ. ടോപ്പിക് എനിക്ക് തോന്നുന്നു പകുതി വഴിയിൽ കഴിഞ്ഞു തോന്നുന്നു. സോ സോറി ഫോർ ദാറ്റ്. സോ
ലിങ്ക്ഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നൗക്കരി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ഒരു സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ശ്രീലാലൊക്കെ പറഞ്ഞ പോലെ തന്നെ ലിങ്ക്ഡിൻ ആണ് നല്ലൊരു സോഴ്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, എസ്പെഷ്യലി ഫോർ എക്സ്പീരിയൻസ്ഡ് പീപ്പിൾ ലൈക്ക് 3 to 4+ years ഓഫ് എക്സ്പീരിയൻസിന് നമ്മൾ നോക്കുന്നത് ലിങ്ക്ഡിൻ ഒരു സോഴ്സ് ആയിട്ട് നമ്മൾ കാണാറുണ്ട് എപ്പോഴും. അതിൽ ദി പ്രോബ്ലം വിത്ത് പീപ്പിൾ is how they project in themselves in LinkedIn. ഫേസ്ബുക്ക് പോലെ ഒരു പ്ലാറ്റ്ഫോം അല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിട്ട് നമ്മളുടെ പോസ്റ്റിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഹലോ Yeah, we can hear you. Sujit, you can continue. Yeah, I was a connectivity issue, that's why. So നമ്മളുടെ പോസ്റ്റിംഗ് ആണെങ്കിലും അതെല്ലാം നമ്മളൊന്ന് പോളിഷ്ഡ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ദിസ് ഈസ് ദി ബെസ്റ്റ് ചാനൽ ത്രൂ വിച്ച് വി ക്യാൻ സെൽ അവർ സെൽസ് ടു കോർപ്പറേറ്റ്സ്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ എ ലേണിംഗ് പ്ലാറ്റ്ഫോം. കാരണം ഒരുപാട് ആർട്ടിക്കിൾസ് ഇപ്പോൾ ഹാർവാർഡ് ബിസിനസ് റിവ്യൂവിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന, നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് ഞാൻ കാണാറുണ്ട്. നമ്മളുടെ കരിയറിൽ വാല്യൂ അഡീഷൻ കിട്ടുന്ന ഒരുപാട് ആർട്ടിക്കിൾസ് കാണാറുണ്ട്. സോ ഇറ്റ് ഓൾസോ ഹെൽപ്സ് അസ് ടു ഇംപ്രൂവ് ഓൺ അവർ ഡൊമൈൻ ബേസിക്കലി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ തോട്ട് പ്രോസസ്സ് നമ്മൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ്. അപ്പൊ അതിലൂടെ നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി അട്രാക്ട് റിക്രൂട്ടർ. നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലൊരു പ്രൊഫൈൽ നമുക്കുണ്ട്, ആ ഒരു ഡൊമൈനിലുള്ള ആള് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് ചെയ്യും. നമ്മളത് സേവ് ചെയ്ത് വെക്കും, മനസ്സിലെങ്കിലും സേവ് ചെയ്ത് വെക്കും, അറ്റ്ലീസ്റ്റ് യെസ് ദിസ് പേഴ്സൺ ഐ നീഡ് ടു കണക്ട്. സോ ആസ് എ റിക്രൂട്ടർ ആ ഒരു രീതിക്ക് നമ്മൾ ചിന്തിക്കാറുണ്ട് പലപ്പോഴും. സോ നമ്മളതൊരു പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മളുടെ കരിയറിൽ നമുക്ക് ഒരുപാട് നല്ല ചേഞ്ചസ് കൊണ്ടുവരാനും അതുപോലെ തന്നെ നേരത്തെ മുബാറക്ക് പറഞ്ഞ പോലെ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് നല്ല കോർപ്പറേറ്റ്സിൽ ജോലി കിട്ടാനും ഒക്കെ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. That's all from my side. Can I take doctor's question? Yeah, Yes, sure. yes, please. Please. Hi, doctor. Slightly different question, so I'll be happy to attempt it. I'm not sure how others or how other HRs will take it. What I feel is, when you take that question, I'll talk about my company, about the commitment part. My company name is Aptiv, and we have presence in around 44 countries, and has somewhere around 2 lakh employees. And in our Kochi plant, we have somewhere around 1,200 people. And when you look at the social commitment or commitment towards environment, company goal is to go zero carbon by 2030. In the sense, for a manufacturing plant like that, without using diesel, for 44 countries and say 141 manufacturing units, is a huge task. But still, question is whether I would be choosing a candidate who has some social commitment in him. Then my answer will be slightly negative, because a resume should reflect that person. And a resume is the only way that you will get an interview call. And if you don't reflect your image in that, and if you want just for an opportunity, if you write something, then you may be messing up with your opportunity. Because I've seen one of my hiring manager picks up each and everything written on the resume. For example, if somebody has written cricket, he'll be asking, are you a right-hander or left-hander? Are you an opening batsman or a tail-ender? Like that questions you will get. So you may not be risking your opportunity by writing something which you are not comfortable, or which you may not be inactual. So my suggestion is reflect yourself, and whatever positives, bring it to the topmost portion. Make sure that your 10 seconds of a recruiter's glance goes to the best possibility where you will get an interview call. Once you get an interview call, things are different. You have your own means to take your interview through. You can get in or feed in feeder questions, where the interviewer will go through your
answers and pull up the next question. So for me, I think it's a no from my side. Picking up a socially responsible person or somebody who I feel may be very much fit with skill. Thank you. Thank you, Srilal. ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ, എനിക്കൊരു ജസ്റ്റ് ഒരു റാൻഡം തോട്ട്. അപ്പൊ നമ്മളിപ്പോ ലിങ്ക്ഡിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു ലൈക്ക് ഇറ്റ് ഇസ് quite a very good platform for people, experienced people with 2 or 3 years of experience, right? What about freshers? Like, how would you suggest, like all the HR persons, ഒരു ഫ്രഷർ വരുമ്പം ആൾക്ക് എവിടെയാണെന്ന് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നത് ഫോർ ആൻ ഓപ്പണിംഗ്? അതിനെ കുറിച്ച് if you can put some limelight on that, be great. I'll answer. Maybe Shiju and Mubarak and Sujit can add. See, നമ്മുടെ especially for Indians or say Malayalis or even South Indians, biggest question is whether our graduates are really employable or not. അവരുടെ ഒരു ഡിഗ്രി ഹോൾഡറിന്റെ ഇൻഡസ്ട്രിയൽ അലൈൻമെന്റ് ഇസ് റിയലി ക്വസ്റ്റ്യനബിൾ നൗ. കാരണം ഇപ്പോ take any industry, let that be IT, let that be even a medical profession, let that be biotechnology, anything. നിങ്ങൾ ഇന്ന് പാസ് ഔട്ട് ആവുന്ന ആള് നാളെ ആ കമ്പനിയിൽ ജോയിൻ ചെയ്താൽ എന്ത് ജോലി ചെയ്യാൻ പറ്റും ആ പേഴ്സൺ? what he'll do? And we are quite sure that he has taken either mechanical or BTech. If I am talking about BTech, that particular scheme ഉറപ്പായിട്ടും അവന്റെ അച്ഛനമ്മയെ പുഷ് ചെയ്തെടുത്ത ആളായിരിക്കാം. And especially when you look at millennial management, we all find it very tough. കാരണം no company would try to spend say 1 year training him and the next day he leaves. കാരണം we all do business, we are not a training institution. അപ്പോ ഒരു റിസോഴ്സിനെ ടാലന്റ് ആയിട്ട് മാറ്റാനായിട്ടുള്ള എന്താ പറയാ ഒരു 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 പ്രോസസ് ഇസ് റിയലി പെയിൻഫുൾ ആസ് ആൻ എംപ്ലോയർ. And once he gets trained, സൂട്ടും കോട്ടും ഇട്ട് അടുത്ത കമ്പനിയിലേക്ക് പോകും. I would love to ask one thing. If certainly, because in case of females, what happens? You're on mute. I guess she has posted the question, Srila, like females in the case, how it will be like. Okay, you can add. Am I audible now? Very much. Okay, I'm so sorry if I broke because I thought like it was on mute. So I just wanted to ask, like in females' case, what happens? There is a break in their career normally during their pregnancy and delivery time. So അങ്ങനത്തെ ഒരു സംഭവത്തിൽ വരുമ്പം after a long time when they're approaching again and they want a job again, in what way they should address it so that it'll be easier for them? എന്റെ ഒപ്പീനിയൻ പറയാം. സി ഇഫ് യു വുഡ് ഹാവ് ആസ്ക്ഡ് മീ ദിസ് സെയിം ക്വസ്റ്റ്യൻ സേ 5-6 years back, then my answer would be entirely different. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാല് after say the new normal or after say pre-COVID and post-COVID, ഏറ്റവും കൂടുതൽ ചാൻസസ് ഉള്ളത്, ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ളത് ഈ കരിയർ ബ്രേക്ക് കഴിഞ്ഞുള്ള വുമനാണ്. കാരണം വർക്ക് ഫ്രം ഹോം, വീട് തന്നെയാണ് ജോലി സ്ഥലം. Their commitment or their retention period to the company will be much higher than a new person who is joining. Say 21 വയസ്സായ ഒരു ബിടെക് ഫ്രഷർ കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഐ എം നോട്ട് ഷുവർ how many years she'll stay with the company, because company is taking a risk that she may relocate, she may find some other better profession, she may get married and go places. ഇതെല്ലാം ഒരു റിസ്ക് എലമെന്റ് ഉണ്ട്. ബട്ട് ഐ എം നോട്ട് ടോക്കിംഗ് ഓൺലി അബൌട്ട് വിമൻ. ആണുങ്ങളായാലും അതിൻ്റെതായ ഡിഫറെന്റ് വേറെ കാരണങ്ങൾ കൊണ്ട് അവരും പോകും. പക്ഷെ ഇത് when it is a woman coming back after the career, definitely that retention period is at least 3 or 4 or 5 years, which is not even say 1/10 of the other category. ഈ 4 or 5 years എന്ന് വെച്ചാല് ഇപ്പൊ ഇൻഡസ്ട്രിയൽ നോം പോലും ഇല്ല. If you look at technologies like React or
Python or new technologies coming in. 2 വർഷം മുമ്പ് കണ്ടുപിടിച്ച ടെക്നോളജി, ഇഫ് യു ആർ ലുക്കിംഗ് അറ്റ് ആൻ എഞ്ചിനീയർ ഹൂസ് ഹാവിംഗ് 6 years എക്സ്പീരിയൻസ്, ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പൊ 2 വർഷം മുമ്പുള്ള ടെക്നോളജി പഠിച്ച് 3 വർഷം ഡെലിവർ ചെയ്താൽ മതി. സോ പേഴ്സൺ who has basic understanding, നേരത്തെ ഷിജു പറഞ്ഞതുപോലെ, who has a basic understanding is very much trainable. ആ 1 വർഷം അല്ലെ 2 വർഷം കഴിഞ്ഞ മെറ്റർണിറ്റി ബ്രേക്ക് കഴിഞ്ഞ് വരുന്ന ആള് ഈ റിയാക്ട് പഠിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി 4 years ഗിവിംഗ് ബാക്ക് ടു ദ കമ്പനി. പക്ഷെ പുതിയൊരു ഫ്രഷർ വരികയാണെങ്കിൽ ഓഫർ അക്സെപ്റ്റ് ചെയ്ത് ജോയിൻ ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് മന്ത് ആണ് അടുത്ത ഓഫർ കിട്ടി പോകുന്നത്. You would have seen news in newspapers, front page innale Bharat Pays offering BMW bike as joining bonus. But there are companies who want to attract people. Later they need to self figure out whether they want to continue or not. It's a big risk that companies are taking. അപ്പൊ ആ സിറ്റുവേഷനിൽ മെറ്റർണിറ്റി ബ്രേക്കിംഗ് തിരിച്ചു വരുന്ന ആൾക്ക് ഇറ്റ്സ് ലൈക്ക് എ ലോട്ടറി ദാറ്റ് ദ കമ്പനി വിൽ ഫീൽ. സോ ആൻസറിങ് ടു ദ പോയിന്റ്, ഇപ്പൊ അങ്ങനത്തെ ഒരു സംഭവം, ഐ തിങ്ക് ലേഡീസ് ഹാവ് കൺവേർട്ടഡ് ദാറ്റ് ബിഗ് ത്രെറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി, ആൻഡ് there are places that people will go after maternity. Thank you. Just to add what Srilala said, if you look at organization, to take Amazon example, we have 2-3 programs, like one is Rekindle and Back in Game. ഇതുപോലെയുള്ള 2-3 program basically we are targeting people who have taken a break, a minimum of 12 months break, and we are hiring in each of our businesses has a target to hire females who have taken a break due to maternity or family commitments, to take them back to work. So that is part of the overall diversity and inclusion agenda of the organization. And ആ ഒരു പഴയ ഒരു സീലിംഗ് അങ്ങനെ ഉണ്ടായിരുന്നതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ വേൾഡ് ഹാസ് ചേഞ്ച്ഡ്, and as Srilal rightly said, ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബ്രേക്കുള്ള ആളുകൾക്ക് തിരിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ